ഹലോ, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നതിന് ജാപ്പനീസ് സ്കൂളിലെ ഫസ്റ്റ് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. ഇവിടെ ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നേ. പോണ വഴിക്ക് നമ്മുടെ സ്കൂളിൻ്റെ സുസുക്കി സ്കൂൾസ് ഇംഗ്ലീഷ് ഗാർഡൻ കണ്ടു കേട്ടോ. സത്യത്തിൽ നമ്മളൊരു വഴിക്ക് പോണതിന് മുമ്പ് ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുമല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൻ്റെ വലിയൊരു ബോർഡ് കണ്ടു, ലിൻഡൻ ഹാൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഹൈവേ ആണ് കേട്ടോ. ഈ ഹൈവേൻ്റെ ഓപ്പോസിറ്റിൽ നമ്മുടെ എലിമെൻ്ററി സ്കൂളും പിന്നെ ഈ ഒരു സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹൈസ്കൂളുള്ളത്. സൂര്യനെ കുതിച്ച് തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലേറ്റ് ആവാൻ പാടില്ലതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ഹോം റൂം ക്ലാസ്സിൽ പോകും. ഇവിടെ നമ്മൾ കുട്ടികളുടെ ഡിവൈസസ് എല്ലാം കളക്ട് ചെയ്ത് ലോക്കറിൽ സൂക്ഷിക്കാനായിട്ട് വെക്കുക. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കൊടുക്കത്തുള്ളൂ. പിന്നെ ഈ ഹോം റൂം ക്ലാസ്സിൽ ഒരു ജാപ്പനീസ് ടീച്ചറായിരിക്കും ഹെഡ് ടീച്ചർ എന്ന് പറയുന്നത്. ഹെഡ് ടീച്ചറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഇൻ്റർനാഷണൽ ടീച്ചേഴ്സും ഉണ്ടായിരിക്കും. ഹോം റൂം ക്ലാസ്സിന് ശേഷം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇന്നവിടെ ക്ലീനിങ് ആയിരുന്നേ. നാട്ടിലെ പോലെ തന്നെയാണ് പിള്ളേർ ഇക്കാര്യത്തിലൊക്കെ നല്ല ഉഴപ്പന്മാരെ കണ്ടില്ല നോക്കി നിൽക്കുന്നത്. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ഇതാണ്ട് ഇരിക്കുന്നു എനിക്കുള്ള പുതിയ ലാപ്ടോപ്പ്. സാധാരണ IT പ്രൊഫഷണൽസിന് മാത്രമാണ് ഞാനിങ്ങനെ കമ്പനി ലാപ്പൊക്കെ കൊടുക്കുന്നത് കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ എനിക്കും കിട്ടി ലാപ്ടോപ്പ്. അപ്പോൾ ഇതാണ് ഇനി മുതൽ എൻ്റെ പണിപ്പുര. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും പോകണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ക്ലാസ് റൂം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒറിഗാമി കണ്ടത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണെന്ന് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇവർ ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഈ ഒറിഗാമി ചെയ്യുക, മാങ്ക വായിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. പിന്നെ ലഞ്ച് ടൈമിൽ ഞാൻ 2 ഓറഞ്ചാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് നമുക്ക് സിറ്റി ഹാളിൽ രജിസ്ട്രേഷന് വേണ്ടി പോകണ്ടായിരുന്നു. അതായത് ഇവിടെ പുതിയ റെസിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിറ്റി ഹാളിൽ നമ്മുടെ അഡ്രസ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴും ജാപ്പനീസുകാർ പേപ്പർ വർക്ക്സ് ആണ് കേട്ടോ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. വന്നപ്പോൾ തന്നെ ഇവരെൻ്റെ പേര് മാറ്റി കേട്ടോ. ജാപ്പനീസിൽ ഇപ്പം എൻ്റെ പേര് ഇങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. അവിടുത്തെ പരിപാടികളും കഴിഞ്ഞ് നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. രാത്രി ഏതുപോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷേ ഇവിടെ ഇപ്പം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ നേരത്തെ സന്ധ്യയാവും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ ചെന്നു. അവിടെ ചെന്നപ്പം എഗ് സൂപ്പ്, പ്രോൺസ് കറി, റൈസ്, എന്തോ ഒരു വെജിറ്റബിൾ സാലഡ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് ഇവരുടെ ഫുഡ് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ പറ്റുന്നതുകൊണ്ട്. കുറച്ച് എരിയും പുളിയൊക്കെ കുറവാണെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ റൂമിലേക്ക് പോകണേ. അപ്പോൾ 3 ബൈ മിറ്റുകുരത്തിരിക്കാത്തോ.